മഹാസമുദ്രത്തിൽ പുതിയ ചരിത്രമെഴുതി നാവികസേനയുടെ INS സുനൈന 49 ദിവസത്തെ സമുദ്ര പര്യടനം പൂർത്തിയാക്കി INS സുനൈന കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചരിത്രപരമായ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ INS സുനൈനയ്ക്ക് ദക്ഷിണ നാവികസേന ആസ്ഥാനത്തൊരുക്കിയത് പ്രൗഢഗംഭീര സ്വീകരണമാണ്. ഇന്ത്യൻ നേവിയുടെ 2 ഇന്റർസെപ്റ്ററുകളുടെ അകമ്പടിയിൽ ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് INS സുനൈനയുടെ കടന്നുവരവ്, വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം. ഏപ്രിൽ 2-ന് മുംബൈയിൽ നിന്നും പുറപ്പെട്ട INS സുനൈന 7 രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയപ്പോൾ പ്രത്യേകം അഭിനന്ദിച്ച് ദക്ഷിണ നാവികസേനാ മേധാവി സമീർ സക്സേന. We thought that it would be a challenge to have a multinational crew, but that challenge later turned out to be our strength, because each and every person on board carried their own set of experience and perspective, and we harnessed each other's strengths and completed the mission and spread the word of security and growth for all in the region. ഇന്ത്യൻ നാവികർക്ക് പുറമെ 16 സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികർ ഉൾപ്പെടെ 38 പേരുടെ സംഘമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കൊച്ചിയിലെത്തിയ നാവികരെ കാത്തിരിപ്പിനൊടുവിൽ ചേർത്ത് പിടിച്ച് കുടുംബാംഗങ്ങളും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികസേന നടപ്പാക്കുന്ന IOS സാഗർ പദ്ധതിയുടെ ഭാഗമായിരുന്നു പര്യടനം. ഏപ്രിൽ 2-ന് മുംബൈയിൽ നിന്ന് ആരംഭിച്ച പര്യടനം മാൽദീവ്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചുറ്റിയാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത്. ഒരു സമുദ്രം ഒരു ദൗത്യമെന്ന ആശയത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ സഹകരണവും സുരക്ഷയും വളർച്ചയുമാണ് IOS സാഗർ പദ്ധതിയുടെ ലക്ഷ്യം. മീഡിയ 1 കൊച്ചി.